ആരൊക്കെ എന്തൊക്കെ ലിബറൽ മൂല്യങ്ങൾ അടിച്ചേൽപ്പിച്ചാലും കൊന്നാലും കൊന്നൊടുക്കിയാലും സഹോദരങ്ങളെ, ഈ പ്രത്യയശാസ്ത്രം, ഈ ആദർശം അത് മരിച്ചു പോകൂല. അതെന്നും ജീവിക്കുന്ന ആദർശമാണ്. അത് നിലനിൽക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കും. ദുദായിബിൻ ഉബയ്യ് ബിൻ സുലൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ മദീനയിലെത്തട്ടെ, ഞങ്ങളെ മുനാഫിക്കുകളായ അവരെന്ത് ചെയ്യും? ഇസ്സത്തുള്ള ഞങ്ങൾ നിന്യന്മാരായ മുസ്ലിങ്ങളെ മദീനയിൽ നിന്ന് പുറത്താക്കും. യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പറയാണ്, യുദ്ധത്തിന് മുസ്ലിങ്ങളപ്പം പോകുന്നതാണ് ചതിയന്മാർ, മുനാഫിക്കുകൾ. എന്നിട്ടോ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പറയാണ്, നാട്ടിൽ തിരിച്ചെത്തട്ടെ, ഞങ്ങളെ ഞങ്ങൾ പുറത്താക്കും എന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ബിൻ സുലൂലിന്റെ വാക്കുകൾക്ക് അല്ലാഹു സൂറത്തുൽ മുനാഫിഖൂൻ 8ാമത്തെ ആയത്തിൽ ലോക മുസ്ലിങ്ങളെ മുഴുവൻ, ലോകാവസാനം വരെ മുഴുവൻ മനുഷ്യരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു അവന്റെ വാദത്തിന് മറുപടി പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ പറയുന്നത് പൗരത്വ നിയമം കൊണ്ടും നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കും, ഇതൊന്നും ഇന്നലെ പറയാൻ തുടങ്ങിയതല്ല. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ബിൻ സുലൂൽ അന്നേ മദീനക്കാരോട് പറഞ്ഞ വാക്കാണ്, നിങ്ങളെ പുറത്താക്കും എന്നുള്ളത്. അല്ലാഹു പറഞ്ഞ മറുപടി എന്താ? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനും റസൂലിനും വിശ്വാസികൾക്കുമാണ് പ്രതാപമുള്ളത്, ഇസ്സത്തുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്സത്ത് അത് ഇസ്ലാമിലാണ്, അത് അല്ലാഹുവിന്റെ മതത്തിലാണ്, അല്ലാഹുവിന്റെ ആദർശത്തിലാണ്. അതല്ലാത്ത ഒന്നിലാണെങ്കിലും ഇസ്സത്ത് അന്വേഷിച്ച് നടന്നാൽ അവൻ ഒരിക്കലും സഹോദരങ്ങളെ ഇസ്സത്ത് കിട്ടൂല.